സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളം മൂഴിക്കുളത്ത് സ്വന്തം അമ്മ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്? സംഭവം നടന്ന് 2 പകലും 1 രാത്രിയും പിന്നിട്ടിട്ടും ഇതുവരെയും കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. കേസിൽ റിമാൻഡിലായ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയാനാണ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമ്മ സന്ധ്യ പുഴയിലെറിഞ്ഞ് 3 വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയത്. കേസിൽ കുഞ്ഞിന്റെ അച്ഛൻ സുഭാഷിന്റെ അമ്മ, 10 വയസ്സുള്ള മകൻ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നായിരുന്നു സുഭാഷ് പറഞ്ഞത്. നേരത്തെ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ഇങ്ങനെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചേക്കണം. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു 1.5 മാസം മുമ്പ് എൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുപോയാക്കിയത്. 1 മാസത്തോളം അവൾ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ലിറ്റിൽ ഫ്ലവറിൽ ആഴ്ചയിൽ പോയി അവിടെ ഇത് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ ചേച്ചി അമ്മയും കൂടെയാണ് എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്താൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് കൊച്ചുങ്ങളെ കാണാണ്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാൻ പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. അതിന് ശേഷം ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കന്നൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കന്ന് രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇവിടെ പോകുമ്പോൾ അവിടെ കുട്ടീനെ 2 പേരും ഉപദ്രവിക്കാറുണ്ട്. പിള്ളേരോട് മൊത്തത്തിൽ താല്പര്യക്കുറവായിരുന്നു. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആർക്കും കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇച്ചിരി മടിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൂടെ കിടത്തൂല. അസുഖവും അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരൊന്നും പറഞ്ഞ് അവൾ കിടത്തൂല. പിന്നെ എൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുന്ന് പോയപ്പോഴും കൊച്ച് രാവിലെ മാറി ഡ്രസ്സ് വിലക്കിയിട്ട് അരിയും വെച്ച് എല്ലാം ചെയ്തിട്ടാണ് അവർ. അങ്ങനെ എന്താ തോന്നിയെന്നറിയില്ല. അവിടെ നിന്ന് കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോയിരുന്നു. പക്ഷേ അവക്കടെ ആധാറും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ സാധനവും കൊണ്ടുപോകണം. പോയിട്ട് വരുമ്പോൾ തിരിച്ചു കൊണ്ടുള്ളൂ. ഒരു സാധനം ഇവിടെ വെച്ചേക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് സാധനങ്ങൾ കൂടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അവക്കടെ മരുന്ന് സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ നേരത്തെ പോയി പിള്ളേരെ 2 പേരും കൊണ്ട് ഇവിടുന്ന് അങ്ങ് പോയിട്ട് അവരൊക്കെ വീട്ടിൽ വെച്ച് പിള്ളേരെ ടോർച്ചിന് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. മൂത്ത കൊച്ചിൻ്റെ തലയുടെ ഇവിടെയും ഇളയ കൊച്ചിൻ്റെ ചെവിയുടെ ഇവിടെയായിട്ട് അടിച്ചത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ജോലിക്ക് വയ്ക്കുമായിരുന്നു. അവരുടെ അമ്മയാണ് ഇവിടെ കൊണ്ടുപോയാക്കിയത്. അവരുടെ അമ്മ ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോവുകയത്. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ വരുമ്പോഴത്തേനും കൊച്ചിൻ്റെ കൂടെ മുളച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു, പുത്തമ്പുഴ സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസക്കാലം അവൾ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം മിനിങ്ങാന്ന് ഈ അവൾ പോണതിൻ്റെ തലേദിവസം സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു. ആ കേസ് അപ്പം ഞാൻ കേസാക്കി എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പരാതി എന്താ എൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാം ഞാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ അവളോടും പറഞ്ഞു എടി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നാൽ ഒന്ന് പോലീസുകാരോട് ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറയാൻ പറഞ്ഞു. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഈ സന്ധ്യയുടെ അമ്മ അല്ലി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സന്ധ്യയ്ക്ക് ബുദ്ധിവൈകല്യമുണ്ട്, അങ്ങനെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന സംശയമൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സുഭാഷ്, ഇവരുടെ ഭർത്താവ് സുഭാഷ് വ്യക്തമാക്കുന്നുണ്ട് അത്തരം മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയല്ല. പക്ഷെ കുഞ്ഞുങ്ങളെ പതിവായി ഉപദ്രവിച്ചിരുന്നു, പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ നൽകിയിരുന്നുവെന്ന്. പക്ഷേ എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സുഭാഷിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്താണ് സുഭാഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്? ഇക്കാര്യത്തിൽ എന്താണ് ഇതിനുള്ളൊരു കാരണം എന്നതിനെ സംബന്ധിച്ചാണ് എല്ലാവരും തന്നെ ആലോചിക്കുന്നത്. സുഭാഷും അത് തന്നെയുള്ള ഒരു ആലോചനയിലാണ്. കാരണം എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിനെ, ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ, 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരവും നൽകാനില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് സുഭാഷ് പ്രതികരിക്കുന്നത്. കാരണം അവർക്ക് മാനസികമായ യാതൊരു വെല്ലുവിളിയും അവർക്കുണ്ടായിരുന്നില്ല. തൻ്റെ അനുഭവത്തിൽ അതില്ല എന്ന് പറയുന്നു. ഇങ്ങനെ അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതം തന്നെയാണ്. ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ തുടരുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. തുടർന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയും കുറച്ച് നാൾക്ക് ശേഷം അങ്ങനെ മറ്റു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ അവരുടെ സ്വഭാവത്തിലില്ല. മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് സുഭാഷ് പറയുന്നത്. തുടർന്നാണ് വീട്ടിലേക്ക് വീണ്ടും വരികയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ സുഭാഷ് പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്നൊരു സ്വഭാവമായിരുന്നു സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ആ മൂത്ത മകനെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു. അവനെ ടോർച്ച് കൊണ്ടെല്ലാം തന്നെ അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന്
ഈ പുത്തൻകുരിശ് പോലീസിൽ സുഭാഷ് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ അതൊരു കേസിൻ്റെ സ്വഭാവത്തിലേക്ക് പോവില്ല. കാരണം കുട്ടികളുടെ അമ്മ തന്നെ ആയതുകൊണ്ട് പിന്നീട് അവരെ ഒന്ന് ഭയപ്പെടുത്തുക, അവരെ ഒന്ന് ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് സുഭാഷ് തന്നെ പറഞ്ഞിരുന്നു, ഈ പരാതി നൽകിയിട്ടുള്ള മര്യാദയ്ക്ക് കുട്ടികളെ ഒന്നും ഉപദ്രവിക്കരുത്, അത്തരം കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി മിതത്വം പാലിക്കണം എന്നെല്ലാം പറയുകയും ചെയ്തിരുന്നതായിട്ട് സുഭാഷ് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ഉപദ്രവത്തിനും കാര്യങ്ങൾക്കും എല്ലാം ഒരു കുറവുണ്ട് എന്ന രീതിയിലൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതിന് വലിയ ആയുസ്സുണ്ടായിരുന്നില്ല എന്നതാണ് അത്തരം തോന്നലുകൾക്ക്. പിന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നത് സംബന്ധിച്ച ഇപ്പോഴും അതൊരു ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ പുത്തൻകുരിശ് പോലീസ് സുഭാഷിൻ്റെ വീട്ടിലെത്തി സുഭാഷിൻ്റെയും അമ്മയുടെയും അതോടൊപ്പം തന്നെ ഈ കല്യാണിയുടെ ജ്യേഷ്ഠൻ അവൻ്റെയും ആ മൊഴി രേഖപ്പെടുത്തുകയാണ്. കുറേ സമയമായി ആ മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഈ സന്ധി ഇതുവരെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. ഇവരുടെ എല്ലാം തന്നെ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷം അന്വേഷണ സംഘം അതുകൂടി വിശകലനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ വീട്ടുകാർ പറയുന്നത് പോലെ, സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ വെല്ലുവിളികളോ നേരിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തമായ രീതിയിലുള്ളൊരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അവർ അന്വേഷണ സന്ധ്യയെ ഭർത്താവ് സുഭാഷ് പതിവായി ഉപദ്രവിച്ചിരുന്നു, മർദ്ദിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമായിട്ടൊക്കെ സന്ധ്യയുടെ കുടുംബം ആരോപിച്ചിരുന്നല്ലോ. ഇതേക്കുറിച്ച് സുഭാഷ് എന്താണ് പറയുന്നത്? അങ്ങനെ ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ? ടോം, ഇക്കാര്യത്തിൽ സുഭാഷിൻ്റെ കുടുംബം പറയുന്നത് അങ്ങനെ ഒരു വിഷയങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ രീതിയിലുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ സന്ധ്യയെ രക്ഷിക്കാൻ വേണ്ടി വീട്ടുകാർ പറയുന്ന ഒരു കാര്യങ്ങളിൽ മാത്രമാണ് അവരിതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വരുന്ന ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നയിക്കുന്നെങ്കിൽ അത് വലിയ വിഷയങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ തങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിസരത്ത് നിങ്ങൾക്ക് അന്വേഷിക്കാം, പരിസരവാസികളോട് അന്വേഷിക്കാം, ചുറ്റുപാടും ബന്ധുക്കളും എല്ലാവരും തന്നെ ഉണ്ട്, അവരെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് ഇടപെടാൻ സംസാരിക്കാൻ പോലും വിമുഖത കാട്ടിയിരുന്ന ഒരാളാണ് സന്ധ്യ എന്നാണ് പരിസരത്തുള്ളവരും പറയുന്നത്. ആരോടും വലിയ അടുപ്പം വെച്ച് പുലർത്താത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. സന്ധ്യയുടെ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ സുഭാഷിൻ്റെ കുടുംബം നിരാകരിക്കുകയാണ്. കാരണം യാതൊരു രീതിയിലുള്ള ഈ രീതിയിൽ ഒരു മാനസിക സംഘർഷങ്ങളുണ്ടാകുന്ന ഒരു ഗാർഹിക പീഡനം എന്നെല്ലാം പറയാവുന്ന രീതിയിലേക്കുള്ള ഒന്നും തന്നെയും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ കുടുംബവും പറയുന്നത്. എന്തായാലും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതേപോലെ സന്ധ്യയുടെ വീട്ടു ഭാഗത്തായാലും എവിടെയായാലും സുഭാഷിൻ്റെ വീട്ടിലായാലും അതാത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നവരുടെ അവരെ സ്റ്റേഷനുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് ഇത് ഒരു വിശകലനം ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇതിനുശേഷം അത് വിശകലനം ചെയ്തതിനു ശേഷം കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. തുടർന്ന് സന്ധ്യയെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ആവശ്യമെങ്കിലുള്ള ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടുണ്ടാകും. ടോം, ഡാനി, ഇതുപോലുള്ള പല കേസുകൾ പരിശോധിച്ച് നോക്കിയാൽ, അതായത് സ്വന്തം മക്കളെ അമ്മമാർ കൊലപ്പെടുത്തിയ നിരവധി കേസുകൾ നമ്മൾ കണ്ണൂരും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാലും പിടിക്കപ്പെട്ട് പോലീസ് പിടികൂടി കഴിഞ്ഞാലും യാതൊരു കുറ്റബോധവുമില്ലാതെ പെരുമാറുന്ന അമ്മമാരെയാണ്, യുവതികളെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയും ഈ സന്ധ്യ ഇന്നലെ ജയിലിൽ, അതായത് റിമാൻഡിലായതിനു ശേഷം ജയിലിൽ യാതൊരു കുറ്റബോധമോ സങ്കടമോ പ്രകടിപ്പിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ കാര്യം. എന്താണ് ഈ പോലീസിന്റെ പിടിയിലായ ശേഷം ചോദ്യം ചെയ്യലിനടക്കം സന്ധ്യ എങ്ങനെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് അന്വേഷണത്തോട് സഹകരിക്കുന്നത്? അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഇക്കാര്യത്തിൽ നിലവിൽ റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ അവരത് ചെയ്തു. അതായത് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നത് വളരെ വ്യക്തമായി അവർ സമ്മതിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഉത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ നിസ്സംഗയായി ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിലാണ് അവർ പോകുന്നത്.
അതാണ് തുടക്കത്തിൽ ഈ സന്ധ്യയുടെ അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാൻ തുനിഞ്ഞു. കാരണം ഇവർ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെ ഇവർക്ക് മുന്നിൽ നിൽക്കുന്നു. പശ്ചാത്താപം ഒരിക്കൽ പോലും അതിൽ നിന്ന് കണ്ണു നിറയുകയോ ഒരിക്കൽ പോലും ഇല്ലാതെ തന്നെയാണ് അവർ ഈ ചോദ്യങ്ങളെ നേരിടുന്നത്. അവർ പലതിനും ഉത്തരം പറയുന്നില്ല, വളരെ മിണ്ടാതെ ഇരിക്കുന്നു. ആ രീതി തന്നെയാണ് അവർ തുടരുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടി ഇല്ലാതാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. പുഴയിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു, കൃത്യമായി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. പിന്നീട് ആലുവ പുഴയുടെ പരിസരത്ത് അവിടുത്തെ മണപ്പുറത്തേക്കുള്ള പാലത്തിലെത്തിയ കാര്യം അവർ സ്ഥിരീകരിച്ചു. പലരുന്നായി പോലീസ് ആ പരിസരത്തുള്ളവരിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ തേടിയിരുന്നു. അത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ചെന്നിരുന്ന കാര്യം അവർ പറയുന്നുണ്ട്. പിന്നീട് മറ്റു പലരും അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് മാറിയത്. പിന്നീട് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു മൂഴിക്കുളം ഭാഗത്തേക്ക് അവർ പോവുകയും ചെയ്തത്. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സ്വന്തം കുട്ടി ഇല്ലാതാക്കാനുള്ളൊരു മാനസികാവസ്ഥ, എന്താണ് അതിൻ്റെ കാരണം, എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അവർ ഇതുവരെയും ഒരു ഉത്തരവും പോലീസിന് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ടതാണ്. കാരണം പോലീസും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെങ്ങനെ എത്തുന്നു, അല്ലെങ്കിൽ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്നതും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു സമീപനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സുഭാഷിൻ്റെ വീട്ടുകാർ അവർക്ക് മാനസികമായൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് അവർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ തന്നെയാണ് പരിശോധിച്ച് പറയേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് സംഭവിച്ചതെന്ന് കൂടി വ്യക്തമാകേണ്ടതുണ്ട് ഈ കേസിൽ. ഒരു ഇടവേള കൂടി.